മീഡിയാസിലേക്ക് സ്വാഗതം. ടർബോ ഇറങ്ങി മാസങ്ങൾ പിന്നിടുന്നു. OTT-ലും സിനിമ വന്നു. പക്ഷേ ഇന്നും സിനിമ ചരിത്രമാവുകയാണ്. അറബിക് വെർഷനിൽ സിനിമ ഇറങ്ങി ആദ്യ കാലഘട്ടത്തിൽ ഇങ്ങനെയൊരു സിനിമ അറബിയിൽ ഇറങ്ങുമോ അതോ ഇനി OTT-ലാണോ എന്നൊക്കെ ഒരു ചോദ്യം വന്നതിന് മറുപടിയായി സിനിമ തിയേറ്ററുകളിൽ ഇറങ്ങുന്ന ഒരു കാര്യം കണ്ടു. ലിമിറ്റഡ് തിയേറ്ററുകളിലാണ് നമുക്ക് ആ ഒരു സിനിമ അറബ് വെർഷൻ ഇറങ്ങിയത്. മലയാളത്തിൽ നിന്നുള്ള അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിൽ നിന്ന് തന്നെയുള്ള ആദ്യത്തെ ഒരു സിനിമയാണ് അറബിക് വെർഷനിലേക്ക് മാറ്റുന്നത്. ഇവിടെ ഇപ്പോൾ ഇത് മൂന്നാമത്തെ ആഴ്ച പിന്നിടുകയാണ്. മികച്ച ഒരു സ്വീകരണമാണ് സിനിമയ്ക്ക് ലഭ്യമായിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിനോടകം നമുക്ക് വെളിവാകുന്ന കാര്യം. സിനിമ 100 കോടി അടിച്ചോ 150 കോടി അടിച്ചോ ബഡ്ജറ്റ് 200 കോടിയാണോ എന്നുള്ള കുറേ പുങ്കവന്മാരുടെ കുണ്ഠിതങ്ങളുണ്ട്. ആ കുണ്ഠിതങ്ങളെല്ലാം മാറ്റിക്കൊണ്ട് തന്നെ അതിൻ്റെ പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞു അല്ലെങ്കിൽ ഡയറക്ടർ എന്ന് പറഞ്ഞിരുന്നു ഏകദേശം 23 കോടിയാണ്. ഇന്നും ചൊറിഞ്ഞു വരുന്ന ഈ പറഞ്ഞ പോലെ പുങ്കവന്മാർ വലിയ രീതിയിൽ കുണ്ഠിതപ്പെട്ട് തന്നെയാണ് അവർ ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളുമായിട്ട് നടക്കുന്നത്. അതായത് ഒരു മമ്മൂട്ടി സിനിമ വന്നു കഴിഞ്ഞാൽ വല്ലാത്ത വിഷമമുള്ള അങ്ങനെയുള്ള ആളുകൾ ഇന്ന് ഒരു കാര്യം വെളിവാകുകയാണ്. അവരെ ഞെട്ടിച്ചുകൊണ്ട് ഈ ഒരു സിനിമ മൂന്നാമത്തെ ആഴ്ചയും അവിടെ ഓടുന്നു. ഇത് സാധാരണ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്ന കാര്യമല്ല. ട്രൂത്ത് ഗ്ലോബൽ ഫിലിംസ് തന്നെ പുറത്തുവിട്ടിരിക്കുന്ന ഒരു കാര്യമാണ്. സിനിമയുടെ ബഡ്ജറ്റ് അന്ന് പറഞ്ഞ പോലെ 23 കോടിയാണെന്ന് പറയപ്പെടുന്നു. കളക്ഷൻ ഏകദേശം ഫൈനലായിട്ട് വന്നത് 70 കോടി മാത്രമാണ്. അതിനുശേഷം ഏകദേശം 2-2.5 മാസമായിട്ട് അതിൻ്റെ കളക്ഷൻ എന്ന് പറയുന്ന കാര്യങ്ങൾ കിട്ടിയിട്ടില്ല. ആകെ 7 അല്ലെങ്കിൽ 11 ദിവസത്തെ കളക്ഷനാണ് സിനിമയുടേതായി പുറത്ത് വന്നിരിക്കുന്നത്. പിന്നീടുള്ളതെല്ലാം അഭ്യൂഹങ്ങളിലൂടെ വലിയ വലിയ മിടുക്കന്മാരായ ട്രാക്കേഴ്സുകാരുണ്ട് ഇതിനകത്തിൽ. അവരുടെ ഇഷ്ടം പോലെയായിരുന്നു കാര്യങ്ങളൊക്കെ നടന്നിരുന്നത്. ഇന്നും 70 രാജ്യങ്ങളിൽ സിനിമ റിലീസ് ചെയ്തു എന്നുള്ളത് ഉറപ്പിച്ചിരുന്നു. അതിൻ്റെ കളക്ഷൻ കൃത്യമായിട്ട് പട്ടികയിൽ പോലും തരാൻ കഴിയാത്ത അങ്ങനെയുള്ള ആളുകൾ തന്ന കണക്കുകളാണ് നമ്മളെപ്പോലെയുള്ള ഓരോ ചാനലുകാരും പുറത്ത് വിട്ടിരിക്കുന്നത്. അതിനകത്തിൽ മമ്മൂട്ടി ആരാധകരുണ്ട്, മമ്മൂട്ടി വിരോധികളുണ്ട്. ഈ മമ്മൂട്ടി ആരാധകൻ അന്നയിലും അല്ലെങ്കിലും ഇങ്ങനെയുള്ള വാർത്തകൾ ചെയ്തു പോകുന്ന ഒരുപാട് പേരുമുണ്ട്. അപ്പോൾ അവരുടെ ഇടയിലൂടെ ഈ ഒരു കാര്യം കടന്നു പോകുമ്പോൾ എല്ലാത്തിനെയും മാറ്റിമറിച്ചുകൊണ്ട് പറയാനുള്ള കാര്യം ഇത് തന്നെയാണ്. ഈ ഒരു സിനിമ അറബിക് വെർഷനും മൂന്നാമത്തെ ആഴ്ചയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അറബിക് വെർഷൻ മൂന്നാമതെത്തുമ്പോൾ അത് മലയാള സിനിമയ്ക്ക് വലിയ ഒരു സാഹചര്യം തുറന്നു കൊടുക്കുന്നു, അല്ലെങ്കിൽ ഒരു ബിഗ് ഓപ്പണിംഗ് നൽകുന്നു എന്ന് തന്നെ പറയാം. അതായത് വേറൊന്നുമല്ല, ഇങ്ങനെ ഒരു സിനിമ ഇറങ്ങുമ്പോൾ അതൊരു അറബിക് വെർഷനിൽ ഓടുമെങ്കിൽ തീർച്ചയായും ഇനി വരുന്ന മലയാള സിനിമകൾക്ക് അങ്ങനെ ഒരു മാർക്കറ്റ് കൂടി വരുന്നു എന്നുള്ളതാണ്. എന്തായാലും വേഫെയർ ഫിലിംസിനോട് ട്രൂത്ത് ഗ്ലോബൽ ഫിലിംസിനോട് നമ്മളിവിടെ ഒരു ചോദ്യം ഉന്നയിക്കുകയാണ്. സിനിമയുടെ യഥാർത്ഥ ബഡ്ജറ്റ് ഗൾഫ് മേഖലയിലുള്ളതെങ്കിലും നിങ്ങൾക്ക് പുറത്തുവിടാൻ കഴിയുമെങ്കിൽ പുറത്ത് വിടുക എന്നുള്ളത് തന്നെയാണ്. നമുക്കറിയാം പലപ്പോഴും ഒരു സിനിമ വരുമ്പോൾ ഈ പറഞ്ഞ നമ്മൾ കേൾക്കുന്ന അല്ലെങ്കിൽ കാണുന്ന കളികൾ അല്ല ഇതിനകത്തിൽ വരുന്നത് എന്നുള്ളത്. ഒരു പ്രൊഡ്യൂസർക്ക് കാശ് കിട്ടണമെങ്കിൽ 100 കോടി കിട്ടുമ്പോൾ 30 കോടി മാത്രമാണ് കിട്ടുക, ടാക്സും എല്ലാം കഴിഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ 35 കോടിയാണ്. വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ അതിൻ്റെ റൈറ്റ്സ് വിറ്റ കാശ് മാത്രമാണ്. ഇതെല്ലാം നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ട്രൂത്ത് ഗ്ലോബൽ ഫിലിംസിന് അത് ധൈര്യമായിട്ട് പറയാൻ കഴിയും അവരുടെ രീതിയിൽ. കാരണം ഇന്ത്യ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടാക്സ് കാര്യങ്ങളും ട്രൂത്ത് ഗ്ലോബൽ ഫിലിംസിന് വരില്ല. കാരണം അത് അവരുടെ രാജ്യത്തുള്ള രീതിയിലാണ്, ഗൾഫ് മേഖലയിലുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് ധൈര്യമായിട്ട് അവർക്ക് പറയാം. അപ്പോൾ ആ ഒരു വെല്ലുവിളി ഇവിടെ നമ്മൾ ചോദിക്കുകയാണ്. അവർക്ക് അങ്ങനെ ഒരു കളക്ഷൻ പുറത്ത് വിടാൻ കഴിയുമെങ്കിൽ, മാസങ്ങൾ കഴിഞ്ഞിട്ട് വിടാൻ കഴിയുമെങ്കിൽ, കേരളത്തിലെയും അല്ലെങ്കിൽ ഇന്ത്യയിലും ഒന്നും നമ്മൾ ചോദിക്കുന്നില്ല, വിദേശ രാജ്യങ്ങളിലും ചോദിക്കുന്നില്ല. ആകെയുള്ളത് GCCയിലുള്ള കളക്ഷൻ പുറത്ത് വിടാൻ പറ്റുമെങ്കിൽ പുറത്ത് വിടുക എന്നുള്ളത്. പലപ്പോഴും നമ്മൾ ചാറ്റിലൂടെയും മെയിലിലൂടെയൊക്കെ നമ്മൾ ഇത് അയച്ചു നോക്കിയിട്ടുണ്ട്. പക്ഷേ ഒന്നും റിപ്ലൈ കിട്ടിയിട്ടില്ല. എന്തായാലും കാത്തിരിക്കാം. ഇവിടെ എല്ലാ കാര്യങ്ങൾക്കും ഒടുവിലായിട്ട് പറയാനുള്ളത് ടർബോ ഒരു വമ്പൻ വിജയമായി ചരിത്രമായി മാറുകയാണ് എന്നുള്ളതാണ്. എന്താണ് മൂന്നാം വാരത്തിലേക്ക് കടക്കുമ്പോൾ ഈ സിനിമ ഇനിയും ഒരു വാരവും കൂടെ ഓടുകയാണെങ്കിൽ പോലും റെക്കോർഡാണ്. ഒരുപക്ഷെ 3, 4 അല്ല 5, 6 വാരങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കാം സിനിമ ഇവിടെ കംപ്ലീറ്റ് ആകാൻ പോകുന്നത്. കാത്തിരിക്കാം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരാം. അതേപോലെ ഗൾഫ് മേഖലയിൽ അറബിക് വെർഷൻ സിനിമ നിങ്ങൾക്ക് ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻസിലൂടെ ഒന്ന് രേഖപ്പെടുത്താം. മീഡിയാസ്.